ഇനി എങ്ങനെയാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ എന്ന് നോക്കാം. LDFനെ സംബന്ധിച്ച ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. സേഫ് സൈനുണ്ട്. സേഫ, ഇന്നിപ്പോൾ കൊട്ടിക്കലാശമായതുകൊണ്ട് മഴയൊരൽപ്പം മാറി നിൽക്കുന്നുണ്ടോ നിലമ്പൂരിൽ? മഴ മാറി നിൽക്കുന്നുണ്ട്, പക്ഷെ മഴ എപ്പോഴും പെയ്യാം ദിവ്യ. കാരണം മഴക്കോള് ഭീകരമായിട്ട് ഉണ്ട്. ഇന്ന് പുലർച്ചെ മഴ പെയ്തു. ഇവിടുത്തെ ഒരു മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഭീകരമായിട്ട് അങ്ങ് പെയ്യും, പിന്നെ ചെറുതായിട്ട് തണുക്കും, പിന്നെയും ഭീകരമായിട്ട് ചെയ്യും, പിന്നെയും ചെറുതായിട്ട് തണുക്കും. ഇതാണ് ഇവിടുത്തെ ഒരു മഴയുടെ രീതി. ഭയങ്കര രസമുള്ള ക്ലൈമറ്റാണ് നിലമ്പൂരിൽ. ശരി, എന്തായാലും ഇനിയിപ്പോൾ LDF ക്യാമ്പിന്റെ പ്രതീക്ഷകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഈ അടുത്തിടെയൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയായിരുന്നു LDF നടത്തിയത്. ശക്തനായ ഒരു സ്ഥാനാർത്ഥി സ്വരാജ്. അപ്പോൾ CPM സംവിധാനം ഒന്നാകെ അവിടെ നിലമ്പൂരിൽ എത്തുന്നതൊക്കെ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് LDFന്റെ ഒരു കണക്കുകൂട്ടൽ? കഴിഞ്ഞ ഏതാണ്ട് 2-3 ആഴ്ചക്കാലമായിട്ട് CPMന്റെ സംഘടനാ സംവിധാനം മുഴുവൻ നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നേതാക്കന്മാർ യോഗങ്ങളും മറ്റും വിളിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തൊട്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള ആൾക്കാർ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനാ രീതി. CPMന്റെ ഇടതുമുന്നണിയുടെ ഒരു സംഘടനാ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഏത് തെരഞ്ഞെടുപ്പായാലും അവർക്കൊരു ചിട്ടവട്ടം ഉണ്ട്, ഒരു കേഡർ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പക്ഷേ കുറച്ചുകൂടി ആൾക്കാരെ എത്തിച്ചുകൊണ്ട് നിലമ്പൂരിനെ ആകെ അടിത്തട്ടിൽ പണിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ CPMന്റെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം ഇത് ഒരു പ്രസ്റ്റീജ് പോരാട്ടമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മൂന്നാം ഭരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ വേണ്ടി കഴിയും. പൊതു സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തനായ നേതാവായ M സ്വരാജിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് നിലമ്പൂരിൽ ഇടതുമുന്നണി മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് പ്രസംഗത്തിലുടനീളം മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങൾ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായതിന്റെ ഭാഗമായിട്ടാണ് സ്വരാജിനെ ഇറക്കിയതെന്ന്. സ്വരാജിന് വലിയ സ്വീകാര്യത മണ്ഡലത്തിൽ ഉടനീളം നമ്മൾ കിട്ടുന്നതും കണ്ടു. വിവിധ വിഷയങ്ങൾ ചർച്ചയായി ഉയർന്നു വന്നു. ഇനി അതിനെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ഏതാണ്ട് ഒരു 24 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. 24 അല്ലെങ്കിൽ ഒരു 48 മണിക്കൂർ, ഇന്നും നാളെയായിട്ടുള്ള അത്രയും സമയം. പരസ്യപ്രചരണം ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി അവസാനിക്കുകയാണ്. ആ പരസ്യപ്രചരണം അവസാനിപ്പിക്കുമ്പോൾ 6 മണി എന്ന് ക്ലോക്കിൽ ടൈം അടിക്കുമ്പോൾ അതിന്റെ ആ ഉച്ചസ്ഥായിൽ പോയിട്ട് താഴേട്ട് വരുന്ന ഒരു ഓളമുണ്ട്, ഈ കൊട്ടിക്കലാശത്തിന്റെ ഒരു ഓളം. അത് നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അത് അതിന്റെ അങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി അങ്ങ് മേളിൽ പോയിട്ട് പതുക്കെ 6 മണിയാകുമ്പോൾ ഒറ്റ നിപ്പങ്ങ് നിൽക്കും. അതാണ് ഇതിന്റെ ഒരു ആഘോഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ആ സമയം. അത് പരമാവധി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന പലതരത്തിലുള്ള കാണലുകൾ. അത് നിലമ്പൂരിൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് എന്തായാലും ഉച്ച കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക്, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവദിച്ച് നൽകിയ സ്ഥലങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും. പിന്നീട് രാഷ്ട്രീയ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ദിവ്യ, ഇന്നലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓപ്പറേഷൻ ഇടതുമുന്നണി ക്യാമ്പ് നടത്തുകയുണ്ടായി. അത് UDF നേതാക്കന്മാർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രതികരണം നടത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ. VV പ്രകാശിന്റെ വീട്ടിലേക്ക് M സ്വരാജ് രാത്രി ചെല്ലുന്നു. അവർ M സ്വരാജിനെ സ്വീകരിക്കുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം സ്വരാജ് പ്രതികരിക്കുന്നു. ഷൗക്കത്താണെങ്കിൽ ഇതുവരെ അത് പോയിട്ടുമില്ല. പലതരത്തിലുള്ള ചോദ്യങ്ങൾ പല സമയങ്ങളിൽ UDF നേതാക്കന്മാരോട് ചോദിച്ചപ്പോഴും അത് കൃത്യമായി പ്രതികരിച്ചില്ല. ഇപ്പോൾ ഷൗക്കത്ത് രാവിലെ പ്രതികരിച്ചില്ല. 11 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനമുണ്ട്. എന്തായാലും പ്രതികരിക്കേണ്ടി വരും. പക്ഷെ എന്ത് പറഞ്ഞ് പ്രതികരിക്കും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു UDF ക്യാമ്പിനെ അമ്പരപ്പിക്കുന്ന ഒരു നീക്കം ഇന്നലെ രാത്രി എന്തായാലും LDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ എങ്ങനെ കഴിയും എന്നുള്ള ചർച്ചകളൊക്കെ പിന്നീട് നടക്കേണ്ട കാര്യമാണ്. എന്തായാലും പലതരത്തിലുള്ള വിഷയങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ചിലതിനായി ഒരു ദിവസം മാത്രമായിരുന്നു, ചിലത് 2 ദിവസം വരെ നിന്നു. എന്തായാലും ഇത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം പറയുകയാണെന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്നതല്ല തെരഞ്ഞെടുപ്പിന്റെ ഓളം എന്ന് പറയുന്നത്. നിലമ്പൂരിലെ ജനത മനസ്സിലെന്തോ ഉറപ്പിച്ചിട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആരുടെങ്കിലും ഒരു 10 പേരോട് സംസാരിച്ചാൽ അവർ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് തുറന്നു പറയുന്ന മനുഷ്യർ അപൂർവമാണ്. ഇന്ന ആളെ ജയിക്കണം എന്ന് പറയുന്നത് അപൂർവമാണ്. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് റീസൺ ഉണ്ട്. ഇന്ന ആൾ ജയിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ജയിക്കണം എന്നൊക്കെ അവർക്ക് റീസൺ ഉണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ മനുഷ്യരാണ് നിലമ്പൂരിൽ ഉള്ളത്. പക്ഷേ നിലമ്പൂരിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, ജനതയുടെ മനസ്സിലെന്ത്, അതെന്താണെന്ന് നമുക്ക് പിടുത്തം കിട്ടാത്ത തരത്തിൽ ആണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, പൊളിറ്റിക്കൽ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത്. അതെന്താണെന്ന് അറിയണമെങ്കിൽ എന്തായാലും 23-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമേ കഴിയുകയുള്ളൂ. ഇടത് ക്യാമ്പാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കൊട്ടിക്കലാശം അത് വലിയ ആവേശത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സ്വരാജിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്വരാജ് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി. രാവിലെ 8 മണിക്ക് മരുതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ച്
ചന്തക്കുന്നിൽ, നിലമ്പൂർ ചന്തക്കുന്നിൽ അത് അവസാനിക്കുകയും ചെയ്യും. പിന്നീട് മഹാറാണി ജംഗ്ഷനിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ അദ്ദേഹം പങ്കെടുക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള CPM-ന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇന്ന് മണ്ഡലത്തിലുണ്ട്. വൈകിട്ടോടുകൂടി അവർ മടങ്ങുകയും ചെയ്യും. ദിവ്യ, യെസ്, എന്തായാലും രാവിലെ തന്നെ എം സ്വരാജിന്റെ റോഡ് ഷോ ആരംഭിക്കും. വൈകിട്ട് നടക്കുന്ന കൊട്ടിക്കലാശം അത് കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് LDF ക്യാമ്പുള്ളത്.